ഈ മ്ലേച്ഛമായ രീതിയിലുള്ള സമൂഹത്തിനും യുവതലമുറയെ തെറ്റായ രീതിയിൽ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ഫിലിം ഞാൻ കൊടുക്കും. ഞാൻ ഡൽഹിയില് ഹൈക്കോർട്ട് വരെ പോവും. ഞാൻ പ്രധാനമന്ത്രിക്ക് വരെ കൊടുക്കാനുള്ള ഇത് എനിക്കുണ്ട്. എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്. ഞാൻ ഉന്നതങ്ങളിൽ തന്നെ കൊടുക്കും. DGP കൊണ്ട് അന്വേഷിപ്പിക്കും. ഇത് ഇത്തരം വൃത്തികെട്ട പരിപാടികൾ, ഇത്തരം വൃത്തികെട്ട ഷോർട്ട് ഫിലിം, ഇത്രയും വൃത്തികെട്ട കണ്ടന്റ് ഉള്ള ഷോർട്ട് ഫിലിം കേരളത്തിലുള്ള അല്ലാതെ മലയാളികളായ പ്രമുഖരായ ആൾക്കാർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ, നമ്മൾ നെഞ്ചിലേറ്റി സോഷ്യൽ മീഡിയയിലൂടെ വളർത്തി വലുതാക്കിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരവും ബാറുകളുടെ അംബാസഡറും ബാർ ഡാൻസറും സ്റ്റേജ് സിംഗറും മലയാളികളുടെ തമന്ന എന്നും വിളിപ്പേരുള്ള നമ്മൾ നെഞ്ചിലേറ്റിയ രേണുസുധിയുടെ ഏറ്റവും പുതിയ ഒരു ആൽബം, അതെ അനുരാഗക്കാറ്റ്, കുടുംബ ബന്ധത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന, കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന തരത്തിൽ ഒരു ആൽബം മണിയറയിൽ ഒരുങ്ങുന്നുവെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ആൽബം റിലീസായിരിക്കുന്നു. ആൽബവുമായി ബന്ധപ്പെട്ട് പതിവ് പോലെ തന്നെ ചില വിവാദങ്ങൾ ഉണ്ടാവുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുമായി സാമൂഹ്യ പ്രവർത്തനത്തിന് മുമ്പ് നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഏറെ ദുഃഖകരമായ അവസ്ഥ, ഏറെ വിശദമായി തന്നെ പരിശോധിക്കാം. ആൽബവുമായി ബന്ധപ്പെട്ട് പതിവ് പോലെ തന്നെ ഏറെ മോശമായ കണ്ടാലറയ്ക്കുന്ന സീനുകൾ തന്നെയാണ്, യുവാക്കളെ വഴിതെറ്റിക്കുന്ന സീനുകൾ തന്നെയാണ് ആൽബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്ന പകയന്മാര് പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു ആൽബത്തിന്റെ ഷോർട്ട് ഫിലിമിന്റെ പ്രത്യേക പതിവിന് വിപരീതമായി 2 താരങ്ങൾ മാത്രമുള്ള, അതായത് 2 കമിതാക്കളല്ല, അവൾ ആദ്യം മറ്റൊരു വിവാഹം കഴിച്ച പ്രണയ നൈരാശ്യത്തിലേക്ക് പോകുന്നു. അതിനുശേഷം തന്റെ കാമുകനെ കാണാൻ വേണ്ടി ഓൾക്കൊരവസരം ഒരുങ്ങുകയാണ്. പഴയകാല ഓർമ്മകളുമായിട്ട് എൻ്റെ കൂട്ടുകാരനുമായിട്ട് ഒരു ദിവസം അതാണ് ഞാൻ വന്നത്. അതെ, ഏറെ നല്ല പരിപാടി തന്നെയാണ്. മറ്റൊരുത്തന്റെ ഭാര്യയായി കഴിയുമ്പോൾ തന്റെ ആദ്യ സുഹൃത്തായിരുന്ന, ആദ്യ കാമുകനായിരുന്ന പഹയനുമായിട്ട് കുറച്ചു നേരം ഒന്ന് സല്ലപിക്കുക, സ്വകാര്യം പറഞ്ഞിരിക്കുക. നല്ല കലാപരിപാടി തന്നെ. അതായത് ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നതായതുകൊണ്ട് കുറച്ചേറെ അയവിറക്കാനുണ്ടാവും. അങ്ങനെ കാറിൽ കയറി അയവിറക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്, തന്നെ കണ്ട നിമിഷം മുതൽ. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കുറേ ചിരിച്ച്, എല്ലാ വേദനയും മറന്നിട്ട്. പലപ്പോഴുമുള്ള എൻ്റെ പെരുമാറ്റം ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചു എന്ന് എനിക്കറിയാം. ജെയിംസിന്റെ മനസ്സ് ഞാൻ പലപ്പോഴും അറിയാതെ പോയി. അതായത് ഓള് വലിയൊരു നിരാശയിലേക്ക്, യാഥാർത്ഥ്യമോള് തിരിച്ചറിഞ്ഞു. താൻ ഏറെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കാതിരുന്ന ആ ഒരു പഹയൻ ഒരു കാമക്കടുവയായിരുന്നു. തൻ്റെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പോകുന്ന ഒരു കാമക്കടുവ തന്നെയായിരുന്നു. ഓനെ കെട്ടാതിരുന്നത് ഏറെ നഷ്ടമായെന്നൊരു തിരിച്ചറിവ് അങ്ങനെ ഓൾക്കുണ്ടായി. മാത്രമായി ആ പ്രേമലോകം, നീയും ഞാനും മാത്രമായി ആ പ്രേമലോകം. അതായത് പ്രണയത്തിന്റെ മറ്റൊരു തലം, അതിതീവ്രമായ രീതിയിൽ സാധാരണ മലയാള സിനിമകളിൽ പോലും കാണാത്ത രീതിയിലുള്ള ഒരു തീവ്ര പ്രണയത്തിലേക്ക് ഊളിയിടുന്ന രീതിയിലുള്ള ഒരു കവിത കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രമുഖ നടിയുടെ ആരാധകർക്ക് ഏറെ സന്തോഷമായി കാണും. താരത്തെ പലരും വിമർശിക്കുന്നു, താരത്തിന്റെ അഭിനയവും ഷോർട്ട് ഫിലിമും സീരിയലുകളും ഒക്കെ വിമർശിക്കുന്നു എന്ന് പറയുന്നവരുടെ കർണത്തടി തന്നെയാണ്. അത്ര മനോഹരമായ രീതിയിലുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ബീച്ചിൽ ചെലവഴിച്ചതിന് ശേഷം ആ ഒരു പഹയൻ ഓളെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഒരു ലോഡ്ജിൽ പോലും റൂം എടുക്കാൻ ശേഷിയില്ലാത്തൊരു പഹയനാണ് ഈ ഒരു പഹയൻ. ജോൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യം ഇപ്പോൾ സംഭവിച്ചല്ലോ, ഈ നിമിഷവും. ഞാനും അത് ആഗ്രഹിച്ചത് തന്നെയാ. എല്ലാത്തിനും ഒരു സമയമുണ്ടോ? സത്യവാ. എൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരാനായി
താനൊന്ന് മനസ്സൊരുക്കി ഒന്ന് പ്രാർത്ഥിക്കണം. എന്താഗ്രഹം? അത് ഞാൻ പറയില്ല. എനിക്കുണ്ട് ഒരാഗ്രഹം. എന്താ? അത് ഞാൻ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ രണ്ടുപേർക്കും ആഗ്രഹമുണ്ടാകുകയാണ് ഒരു ഹോട്ടലിൽ, ഒരു ലോഡ്ജിൽ റൂമെടുത്ത് കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് വിശദമായി അയവിറക്കാനുള്ള ഒരു പൂതി ഉണ്ടാവുകയാണ്. ആ, താൻ എത്തിയോ? ഞാൻ എപ്പോഴേ റെഡി ആയിരിക്കുന്നു. എന്നാ നമുക്ക് പോവാം. എനിക്ക് പോണമെന്ന് തോന്നുന്നില്ല ജെയിംസ്. ജെയിംസിനോട് പിന്നെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ മനസ്സ് വെറുതെ മോഹിക്കുക. അയ്യോ മിനി, എനിക്ക് പോയേ പറ്റൂ. എന്നെ കാത്ത് എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വെയിറ്റ് ചെയ്യാം. ജെയിംസേ, എനിക്ക് വെറുതെ ഒരു ആഗ്രഹം, ഇഫ് യു ഡോണ്ട് മൈൻഡ്. എന്താടോ പറ. ഞാൻ തന്നെ ഒന്ന് തൊട്ട് നിന്നോട്ടെ, ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അതേ സമൂഹത്തിന് യുവതലമുറയ്ക്കും വലിയ ഒരു സന്ദേശമെന്നോണം ആ ഒരു കഥ മുന്നോട്ട് പോവുകയാണ്. അവർ തമ്മിൽ കൂടുതൽ അയവിറക്കലേക്ക് ലോഡ്ജിൽ കയറിയതിനു ശേഷം വലിയ രീതിയിലുള്ള ഒരു അയവിറക്കലിലേക്ക് പോവുകയാണ്. പിന്നീട് എന്താണ് ഉണ്ടായത്? അതേ മണിക്കൂറുകൾ നീണ്ട അയവിറപ്പിന് ശേഷം അവർ പിരിയുകയാണ്. അവർ രണ്ടുപേരും വീണ്ടും ഒരു വേർപിരിയിലേക്ക് പോവുകയാണ്. എന്താണ് ഉണ്ടായത്? ഇപ്പൊ എന്റെ മനസ്സിൽ ജെയിംസ് മാത്രമേ ഉള്ളൂ. ജെയിംസിന്റെ വീട്ടിലേക്ക് ഞാനും വന്നോട്ടെ, ജെയിംസിന് ഒരു കൂട്ടിനായിട്ട്. വരുന്നതൊക്കെ കൊള്ളാം. ഒരു നിമിഷം പോലും എന്നെ പിരിഞ്ഞിരിക്കണമെങ്കിൽ നല്ല അടി വെച്ചിരു ഞാൻ. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ വിട്ടുപിരിഞ്ഞു പോകത്തില്ല. ഇന്ന് തൊട്ട് ഇനി ജെയിംസിന് സ്വന്തമാണ്. അയവറത്തിട്ടും മതിയാവാതെ വീണ്ടും കാറിലിരുന്ന് ഇങ്ങനെ അയവിറക്കുകയാണ്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പ്രമുഖ നടിയുടെ ജീവിതത്തിന്റെ ഒരേടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു പഹയനോട് ആ ഒരു കാഴ്ചയെ തുടർന്ന് ഓള് ഗർഭിണിയായി, 2 മാസം ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അത് വിശ്വസിച്ച ഈ ഒരു പഹയൻ മണ്ടനായ ജെയിംസ് ഓള ഏറ്റെടുക്കുകയാണ്. ഇത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഓള ജീവിതത്തിലും പ്രമുഖ താരത്തിന്റെ ജീവിതത്തിലും ഉണ്ടായത് എന്നാണ് ചില കമന്റുകൾ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട്, അതായത് രസകരമായ ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്നതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രേക്ഷകൻ എത്തിയിരിക്കുന്നു. സാമൂഹിക പ്രവർത്തനം കൂടിയാണ്, ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. എന്താണ് സംഭവിച്ചത്? വരട്ടെ. ഹലോ, നമസ്കാരം. ഹലോ ചേട്ടാ, പറഞ്ഞോ ചേട്ടാ. അതെ, ഞാൻ ഇന്നലെ ഇറങ്ങിയ രേണു സുധിയുടെ ഒരു പുതിയ ഒരു ഷോർട്ട് ഫിലിം, ഒരു വീഡിയോ അത് ഞാൻ കണ്ടു. കാറ്റെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. ആ ഷോർട്ട് ഫിലിമിനകത്ത് ഈ ഇതുപോലുള്ള ഈ മ്ലേച്ഛമായ രീതിയിലുള്ള സമൂഹത്തിനും യുവതലമുറയെ തെറ്റായ രീതിയിൽ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ഫിലിം, ഇതിലെന്ത് ആശയമാണ് ഇതിനകത്തുള്ളത്? ഇതിൽ ചുമ്മാ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് അവർ പറഞ്ഞേക്കുന്നത്. അനുരാഗത്തിന് പ്രാധാന്യം കൊടുത്തെന്നുള്ളതാണ് അവരുടെ ഒരു നേരത്തെ ഡയറക്ടർ പറഞ്ഞായിരുന്നു. ഇതിൽ അനുരാഗമൊന്നൊന്നുമല്ല, ഇത് അവിഹിത രാഗമെന്നേ പറയാൻ പറ്റൂ നമുക്ക്. ഇത് വല്ലാത്തൊരു, ഞാൻ കണ്ടപ്പോ തന്നെ എന്റെ തൊലി പൊളിഞ്ഞു പോയി, അത്രയ്ക്കും മോശമായ രീതിയിൽ. അപ്പം യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പല 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 ചേഷ്ടകളും പല വൃത്തികെട്ട രീതിയിലൊക്കെ കാണിക്കുന്ന പല അനുഭവങ്ങൾ യുവതലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചേട്ടാ, ഇത് നിയമപരമായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം ആ രീതിയിൽ വല്ലതും പൊയ്ക്കൂടെ ഇതിനൊക്കെ എതിരെ? എങ്ങനെ? ഞാനും കണ്ട് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും ഞാൻ പോവും. ഞാൻ ആദ്യം നിയമപരമായിട്ട് ഞാൻ ഈ സീരിയലിനും അതിനൊക്കെ തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്ന, ഞാൻ നല്ല പ്രബുദ്ധതയോടെ ചിന്തിക്കുന്ന, ഞാൻ നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ പ്രബുദ്ധതയോടെ ഇത്രയും അധികം നല്ലോണം ചിന്തിക്കുന്ന, എന്നൊക്കെയുള്ള പല ചെറുപ്പക്കാരും ചിന്തിക്കണം. ഇനി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ മേലധികാരികൾക്ക് പരാതി കൊടുക്കും. എന്റെ ജീവപര്യന്തം വരെ ഞാൻ ഇതിനു വേണ്ടി പോരാടും. ഞാൻ ഈ ചെറിയ നമ്മളെ പോലീസ് സ്റ്റേഷനിലൊന്നും പോയി പരാതി ചേട്ടാ, ഇത് പോലീസ് സ്റ്റേഷനിലൊന്നും പോയി പരാതി കൊടുത്താൽ അത് എടുക്കത്തില്ല. അവര് ഉന്നതങ്ങളിൽ കൊടുക്കണം കേട്ടോ.
ആ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലെ സഹോദര ഉന്നതങ്ങളിൽ ഞാൻ കൊടുക്കും. ഞാൻ ഡൽഹിയില് ഹൈക്കോർട്ട് വരെ പോവും. ഞാൻ പ്രധാനമന്ത്രിക്ക് വരെ കൊടുക്കാനുള്ള ഇത് എനിക്കുണ്ട്. എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്. ഞാൻ ഉന്നതങ്ങളിൽ തന്നെ കൊടുക്കും. DGP കൊണ്ട് അന്വേഷിപ്പിക്കും. ഇത്തരം വൃത്തികെട്ട പരിപാടികൾ, ഇത്തരം വൃത്തികെട്ട ഷോർട്ട് ഫിലിം, ഇത്രയും വൃത്തികെട്ട കണ്ടന്റ് ഉള്ള ഷോർട്ട് ഫിലിം കേരളത്തിലുള്ള അല്ലാതെ മലയാളികളായ പ്രബുദ്ധരായ ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള തെറ്റായ ചിന്താഗതി പരത്തുന്ന അത്ര മ്ലേച്ഛമായ രീതിയിലുള്ള ടെലിഫിലിമുകൾ, ഷോർട്ട് ഫിലിമുകൾ നിർത്തലാക്കിപ്പിക്കും. അതാണ് എന്റെ ചൊണ. അല്ല, ഇതിലെ അവരുടെ ആരാധകരൊക്കെ പറയുന്നത്, നമ്മുടെ രേണുസുധിയുടെയൊക്കെ ആരാധകർ ഒരുപാട് പേര്, രേണു മാത്രമല്ല ഒരുപാട് പേര് ഇങ്ങനെ ഉപജീവനം ഉണ്ട്. അപ്പൊ അവർ ഉപജീവനത്തിന് വേണ്ടി പിന്നെ ഇത് കണക്ക് എന്താ പറയാ, അവര് ഈ നല്ല സിനിമയാണ് ഇറക്കുന്നതെന്നാണ് അവര് വാദിക്കുന്നത്. രേണുസുധി അവരൊക്കെ സെലിബ്രിറ്റി, അവരെക്കാട്ടിയും വലിയ ആരാധകരുള്ള ആളാണ് ഞാൻ. അവര് ഇനി എന്തൊക്കെ ചെയ്താലും നിയമ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഒരു വകുപ്പും ഇല്ലാത്ത രീതിയിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഞാനൊരു പ്രേക്ഷകന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ തെറ്റായ സന്ദേശം, തെറ്റായ കണ്ടന്റ്സ് ഉൾപ്പെടുത്തുന്ന ഈ ഷോർട്ട് ഫിലിമിനെതിരെ ഞാൻ പോരാടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കണ്ട് വളരെ മോശമായിട്ടാണ് തോന്നിയത്. ഒന്നുകൂടെ കണ്ടു നോക്കാം. ഇത് വലിയ രീതിയിൽ വ്യൂസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. മോശം കമന്റുകളൊക്കെയാണ് വന്നേക്കുന്നത്. മൊത്തം അഭിഹിതമാണ് മെയിനായിട്ടും കണ്ടന്റ്. പൊതുവെ പുള്ളിക്കാരിയുടെ ഒരു ഇതിൽ അഭിഹിത വരുന്നേ. നമുക്കിപ്പോ അത് അവര് ചെയ്ത ഞാൻ കണ്ടപ്പോൾ വളരെ മോശമായിട്ട്, ഒരു പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ശരി. അതേ, നിയമ നടപടിയുമായി ഏതറ്റം വരെയും ഇതുപോലുള്ള ആഭാസങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നടിയുടെ അവസ്ഥ ഏറെ പരിതാപകരമാകുമോ? നടി ഉടൻ തന്നെ അറസ്റ്റിലാവാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഇനി വിലയിരുത്തുന്നത്? ഈ ഒരു ആൽബത്തിലെ അധികം രംഗങ്ങൾ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത്രയും അധികം മ്ലേച്ഛമായ രംഗങ്ങളാണ്. ഈ ഒരു ആൽബത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു ആൽബമല്ല ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്താത്ത വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ഒരു കണ്ണിൽ അമുദമും മറുകണ്ണിൽ മധുരമും அழகிய சுறாத்து நிராசையில்லையா கீழு கீழுக்கு